സോ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടത് നമ്മുടെ അസസ്മെന്റിന്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, അതേപോലെ തന്നെ നേച്ചർ എന്താണ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഗോൾസ് ഓഫ് അസസ്മെന്റ് എന്നുള്ളതാണ്. ഗോൾസ് ഓഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി 3 ഗോൾസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ടു ഇംപ്രൂവ് ലേണിംഗ്. അപ്പൊ നമുക്കറിയാം അല്ലെ, അസസ്മെന്റ് പ്രോസസ്സ് തന്നെ എന്തിൽ ബേസ് ചെയ്തിട്ടാണ്? ഡേറ്റ കളക്ഷൻ, സോ ദാറ്റ് വി ക്യാൻ മേക്ക് ഗുഡ് ഡിസിഷൻസ്, സോ ദാറ്റ് ദ ലേണിംഗ് പ്രോസസ് ഇസ് ഇംപ്രൂവ്. അപ്പം ഫസ്റ്റ് ഗോൾ തന്നെ എന്തായിരിക്കും? ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ വരിക. സെക്കൻഡ് വൺ എന്താണ്? ഇൻക്രീസ് മോട്ടിവേഷൻ. അതായത് നമ്മൾ ഒരു കുട്ടിയെ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുമ്പോൾ തന്നെ ആ കുട്ടിയെ എന്ത് ചെയ്യാൻ പറ്റും? മോട്ടിവേറ്റ് ചെയ്യാനും പറ്റും അല്ലെ. നമുക്കറിയാം ആ കുട്ടി നല്ലൊരു മീൻസ് ഈ ഒരു ഏരിയയിൽ ആ കുട്ടി നല്ലതാന്ന് വെച്ചു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടിയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. ആ മോട്ടിവേഷനിലൂടെ ആ കുട്ടിക്ക് വേണമെങ്കിൽ എന്തും തോന്നാം, മറ്റേ അറിയാത്തൊരു ഏരിയ കൂടെ പഠിച്ചാൽ മിസ് അതേ മോട്ടിവേഷൻ തരുമല്ലോ അല്ലെ. അങ്ങനെയൊക്കെ വന്നൂടെ? നമ്മൾ കുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ലേ? നമ്മളൊരു മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് കൂടുതലായിട്ട് ചെയ്യാനുള്ളൊരു ഒരു പ്രചോദനം വരികയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അസസ് ചെയ്ത് നമുക്ക് മോട്ടിവേഷൻ കൊടുക്കാം. ഇൻക്രീസ് മോട്ടിവേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് ടുവേർഡ്സ് ദ ലേണിംഗ് പ്രോസസ്. പിന്നെ എന്താണ് നെക്സ്റ്റ് വരുന്നത്? ടു ഫെസിലിറ്റേറ്റ് ടീച്ചേഴ്സ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് ദ പ്രോഗ്രസ് ഇൻ ലേണിംഗ്. അതായത് നമ്മൾ ലേണിംഗ് പ്രോഗ്രസ്സിലെ പല ഡിസിഷൻസും, ഇനി ഞാൻ അടുത്ത ചാപ്റ്റർ തുടങ്ങാറായോ എന്ന് പോലും ഒരു ടീച്ചറിന് ഡിസൈഡ് ചെയ്യണമെങ്കിൽ ടീച്ചർ എന്തറിയണം? കഴിഞ്ഞ ചാപ്റ്റർ കുട്ടികൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയണ്ടേ. അപ്പൊ നമ്മളിപ്പോ മാത്സിൽ ഞാനിപ്പം ഫാക്ടറൈസേഷൻ തുടങ്ങുകയാണ്. ഫാക്ടറൈസേഷൻ തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് എന്തറിയണം? കുട്ടികൾക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നന്നായിട്ട് അറിയാമോ എന്ന് എനിക്ക് അറിയണം അല്ലെ. എന്നാലേ എനിക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് അല്ലെ. അപ്പം അങ്ങനെ അത് അറിയാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? ആ ഡിസിഷൻസ്, അതായത് പോവാമോ പറ്റില്ലേ എന്നുള്ള ആ ഡിസിഷൻ എടുക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യും? അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യും. അപ്പം അസസ്മെന്റിന്റെ ഒരു ഗോൾ എന്താണ്? ടീച്ചേഴ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. എന്തിന്? ടുവേർഡ്സ് മേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് ദ പ്രോഗ്രസ് ഇൻ ലേണിംഗ്. സോ ഇത് ക്ലിയർ ആണ് വിചാരിക്കുന്നു. അസസ്മെന്റിന് നമ്മൾ ബേസിക്കലി 3 ഗോൾസ് ആണ് പറയുന്നത്. ഇതൊക്കെയാണ്: ഇംപ്രൂവ് ലേണിംഗ്, ഇൻക്രീസ് ദ മോട്ടിവേഷൻ, and third one is to facilitate teachers in making decisions about the progress in learning. Okay, ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് അസസ്മെന്റ് ആണ്. ഇത്രയും നിറഞ്ഞ് എഴുതിയത് കണ്ട് പേടിക്കണ്ട, ഞാൻ അത് ചെറുതാക്കി പറഞ്ഞു തരാം. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് റൂം അസസ്മെന്റ് ഇൻക്ലൂഡിംഗ് ഫോർമേറ്റീവ് അസസ്മെന്റ് പ്രാക്ടീസസ്, സമ്മേറ്റീവ് യൂസസ് ഓഫ് അസസ്മെന്റ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് അസസ്മെന്റ് ലിറ്ററസി. പറയുന്നത് ഇവിടെ എന്താന്ന് വെച്ചാൽ, അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെഗുലർ ഇവാലുവേഷൻ പ്രോസസ് ആണ്. സ്റ്റുഡന്റിന്റെ പഠിത്തത്തെ പറ്റിയുള്ള ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ് ആണ് അല്ലെ. അപ്പം അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? പല ഫോർമേറ്റീവ് അസസ്മെന്റ് പ്രാക്ടീസസ് ഇൻക്ലൂഡഡ് ആണ്, സമ്മേറ്റീവ് അസസ്മെന്റ് പ്രാക്ടീസസ് ഇൻക്ലൂഡ് ആണ്. പിന്നെ പറയാത്തതിന് വേറെ എന്തും കൂടെ വേണം? എഡ്യൂക്കേറ്റർ, അതായത് നമ്മൾ ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക് എന്തുമാത്രം അസസ്മെന്റിനെ കുറിച്ച് അറിയാം, ഏതൊക്കെ രീതിയിൽ അസസ് ചെയ്യാം, എത്ര പ്രൊഫിഷ്യന്റ് ആണ് നമ്മൾ ഈ അസസ്മെന്റ് മെത്തേഡ്സുമായിട്ട്, ഇതൊക്കെ എന്തായിട്ട് വരും? അസസ്മെന്റിന്റെ ഒരു സ്കോപ്പ് ആയിട്ട് വരും. ഈ ഫോർമേറ്റീവ്, സമ്മേറ്റീവ് എന്നൊക്കെ പറയുന്ന അസസ്മെന്റ്, ദീസ് ആർ ലൈക്ക് 2 types ഓഫ് അസസ്മെന്റ്. നമ്മൾ ഇനി പഠിക്കും, ടൈപ്സ് ഓഫ് അസസ്മെന്റ്സിൽ പഠിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന അസസ്മെന്റ് പ്രോസസ് ആണ്? ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന അസസ്മെന്റ് പ്രോസസ് ആണ്. അപ്പൊ ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ട്, ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ ഇവാലുവേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർമേറ്റീവ് അസസ്മെന്റ്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവിലേക്ക് കുട്ടിയെ ഡയറക്റ്റ് ചെയ്ത്, കുട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ കറക്ഷൻസ് വരുത്തി ആ കുട്ടിയെ ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവിലേക്ക് പയ്യെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നതോ, നമ്മൾ അതിന്റെ ലേണിംഗ് ഔട്ട്കം എന്തുമാത്രം ആ കുട്ടി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന അസസ്മെന്റ് ആണ് സമ്മേറ്റീവ് അസസ്മെന്റ്. സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് സം ചെയ്തിട്ട് കിട്ടുന്ന അസസ്മെന്റ് ആണ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്, പിന്നെ എഡ്യൂക്കേറ്റേഴ്സിന്റെ അസസ്മെന്റ് ടൂൾസുമായിട്ടുള്ള പ്രൊഫിഷ്യൻസി, ഇതെല്ലാം എന്താണ്? അസസ്മെന്റ് എന്ന ഒരു റീജിയന്റെ സ്കോപ്പാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ന്യൂ കൺസ്ട്രക്ട്സ് ആൻഡ് ഫോംസ് ഓഫ് സ്റ്റുഡന്റ് അസസ്മെന്റ് ഇൻക്ലൂഡിംഗ് അസസ്മെന്റ് ഓഫ് ഡീപ്പർ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അസസ്മെന്റിനെ കുറിച്ച് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അസസ്മെന്റ് പ്രോസസ്സ്, അസസ്മെന്റ് പഠിക്കുക അല്ലെങ്കിൽ അസസ്മെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ എന്താണ്? വിത്ത് ടൈം നമുക്ക് തന്നെ പുതിയ
പുതിയ അസസ്മെന്റ് മെത്തേഡ്സ് ഡിവൈസ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ തന്നെ എന്താവും ആ ഒരു പ്രോസസ്സ് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ചെയ്തുകൊണ്ടും കുട്ടികളായിട്ട് ഡീൽ ചെയ്തുകൊണ്ടും ഇരിക്കുമ്പം നമ്മൾ തന്നെ പുതിയ പുതിയ അസസ്മെന്റ് പ്രോസസ്സ് കൊണ്ടുവരും, അല്ലെങ്കിൽ അസസ്മെന്റ് ഡിവൈസ് ചെയ്യും, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യും. എന്തിനാണ്? ആ കുട്ടിയുടെ ഈ നോളജ് ലെവൽ വരെ എനിക്ക് ഇങ്ങനെ അളക്കാം, അങ്ങനെ ആണെങ്കിൽ അടുത്ത ലെവൽ ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് വരെ പോയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ വരെ പോയോ എന്നുള്ളത് എനിക്ക് എങ്ങനെ ചെയ്യാം, ഞാൻ തന്നെ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റും കൂടെ കൊടുക്കും അല്ലെ. നമ്മളൊരു ടെസ്റ്റ് ഇട്ട് നോക്കി, എന്നിട്ട് അത് അസസ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ന്യൂമറിക്കൽസ് കൊടുത്തു നോക്കി. ന്യൂമറിക്കൽസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൈ ഹാർട്ട് നോളജ് അല്ലെങ്കിൽ ടെസ്റ്റിൽ കിട്ടുന്ന നോളജ് മാത്രം മതിയോ? അല്ല, എന്നാ കുറച്ചും കൂടി വേണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാത്ത ന്യൂമറിക്കൽ ഇട്ട് കൊടുത്തു. അതും ആ കുട്ടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താണ്, ആ കുട്ടി ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്നുണ്ട് എന്നും കൂടെ അറിയാം, അല്ലെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കി എന്നറിയാം അല്ലെ. അപ്പം അങ്ങനെ ഞാൻ തന്നെ എന്ത് ചെയ്യും, പുതിയ അസസ്മെന്റ് ടൂൾസ് അല്ലെങ്കിൽ അസസ്മെന്റ് മെത്തേഡ്സ് ഞാൻ എന്ത് ചെയ്യും, കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇത് അസസ്മെന്റിന്റെ എന്താണ്, ഒരു സ്കോപ്പാണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, നമുക്ക് പലതരം അസസ്മെന്റ് മെത്തേഡ്സും അതേപോലെ തന്നെ നമ്മുടെ അസസ്മെന്റിനെ പറ്റിയുള്ള ഒരു പ്രൊഫഷ്യൻസി അല്ലെങ്കിൽ ഒരു ലിറ്ററസി ഇതും ഇംപ്രൂവ് ചെയ്യാം. സെക്കൻഡ് വൺ പറഞ്ഞത് എന്താണ്, ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അസസ്മെന്റ് മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്യാം. സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഇൻ ടു വാട്ട്, ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. ബെറ്റർ മെത്തേഡ്സ് നമുക്ക് അസസ്മെന്റ് മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈസ് ചെയ്യാം. തേർഡ് പോയിന്റ് പറയുന്നത് എന്താണ്, അസസ്മെന്റ് ഓഫ് സ്പെഷ്യൽ പോപ്പുലേഷൻ. അപ്പം അതൊരു പെർട്ടിക്കുലർ ഫീൽഡ് തന്നെയാണ് അല്ലെ. സ്പെഷ്യൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ചിൽഡ്രൻ അല്ലെ. അപ്പം നമുക്കറിയാം ചില കുട്ടികൾക്ക് ഡിസബിലിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് വരുന്ന കുട്ടികളാകാം, അല്ലെങ്കിൽ ലേണിംഗ് ഡിഫറൻസസ് ഉണ്ടാവും അല്ലെ. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ടൈലേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അസസ്മെന്റ് മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യുണീക്ക് ആയിട്ടുള്ള അസസ്മെന്റ് മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, സോ അസസ്മെന്റ് ഓഫ് സ്പെഷ്യൽ പോപ്പുലേഷൻ. ഇനി അടുത്തത് എന്താണ്, നോവൽ അപ്രോച്ച് ടു വാലിഡേഷൻ. നോവൽ അപ്രോച്ച് ടു വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ അസസ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ് എന്താണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് അല്ലെ. പുതിയ പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ മോർ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഡിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, പുതിയതായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെ ഇവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് കിട്ടും അല്ലെ. മോർ റിലയബിൾ അല്ലെങ്കിൽ മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് പോവാം. അപ്പം നോവൽ അപ്രോച്ചസ് ടു വാലിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, അസസ്മെന്റിന്റെ ഒരു സ്കോപ്പ് ആയിട്ട് തന്നെ വരും. ഇനി ഫിഫ്ത് വൺ നോക്കിയാൽ എന്താണ്, പുതിയ അസസ്മെന്റ് മെത്തേഡ് ആണ് പറയുന്നത്, അതായത് സൈക്കോമെട്രിക് ഡെവലപ്മെന്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് വിത്ത് എ സ്ട്രോങ് ബ്രിഡ്ജ് ടു ഇംപ്ലിക്കേഷൻസ് ഫോർ എഡ്യൂക്കേഷണൽ പ്രാക്ടീസ്. അപ്പം ഇപ്പം നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിച്ചു ഇല്ലേ. അപ്പം എഡ്യൂക്കേഷനും സൈക്കോളജിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിയാം. അപ്പം ഈ അസസ്മെന്റ് പ്രോസസ്സിനെ എല്ലാം നമുക്ക് ഏത് ഫീൽഡിലും കൂടെ ചേർത്ത് അപ്ലൈ ചെയ്യാം. സൈക്കോളജിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ മെഷർമെന്റ് പ്രിൻസിപ്പിൾസും കൂടി ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അസസ്മെന്റ് ഫീൽഡിനെ കൊണ്ടുവരാം. അതോടെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ അസസ്മെന്റ് ടെക്നിക്സ് ഡിസൈൻ ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പം ഇതെന്തായിരിക്കും, കുറച്ചും കൂടെ ആ സ്റ്റുഡന്റ് സൈക്കോളജിക്കൽ ഒരു ഇത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തായി, അസസ്മെന്റ് കുറച്ചുകൂടെ ഫെയർ ആയി അല്ലേ. അപ്പം ആ കുട്ടിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ആ കുട്ടി വരുന്നത്, എന്നിട്ടും ആ കുട്ടി ഇത്രയും ചെയ്തു. അപ്പം അതെന്താണ്, കുറച്ചുകൂടെ ഫെയർ ആയിട്ടുള്ള അസസ്മെന്റ് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ആ കുട്ടിയെ റിലേറ്റ് ചെയ്യും, ഇപ്പൊ നമുക്ക് പറയാം ആ കുട്ടി കാണുന്ന കാര്യങ്ങൾ, മീൻസ് ഏത് സിറ്റുവേഷനിലാണോ ആ കുട്ടി ഉള്ളത്, ആ കുട്ടി കാണുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം അല്ലെ. അപ്പം അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഫെയർ ആയിട്ടുള്ളൊരു അസസ്മെന്റും അതേപോലെ തന്നെ എന്താണ്, പ്ലാൻസ്, ടീച്ചിങ് പ്രോഗ്രസ് അല്ലെങ്കിൽ ടീച്ചിങ് പ്ലാൻസും നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈസ് ചെയ്യാം. അപ്പം ഇതാണ് എന്ത്, അസസ്മെന്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഒരു അസസ്മെന്റ് പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് റൂമിലെ അസസ്മെന്റിനെ കുറിച്ച് ടീച്ചറിന് നല്ലൊരു നോളജ് ഉണ്ടാവും. അതേപോലെ ഫോർമേറ്റീവ് അസസ്മെന്റ്സ്, സമ്മേറ്റീവ് അസസ്മെന്റ്സ്, ഇതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന അസസ്മെന്റ് ടെക്നിക്സ് ആണ്. അതൊക്കെ നമുക്ക് പഠിക്കാം. രണ്ടാമത് പറയുന്നത് എന്താണ്, നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്സ് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അസസ്മെന്റ് മെത്തേഡ്സ് നമുക്ക് പുതിയതായിട്ട് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് കിട്ടുന്നത് പോലെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാം. മൂന്നാമത് പറയുന്നത് എന്താണ്, സ്പെഷ്യൽ പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള അസസ്മെന്റ്സ് നമുക്ക് യുണീക് മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം അല്ലെങ്കിൽ ഡിവൈസ് ചെയ്യാം, കൺസ്ട്രക്ട് ചെയ്യാം അല്ലെ. നാലാമത് പറയുന്നത് എന്താണ്, ഇതെപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് ഡീപ്പർ ആയിട്ട് മോർ റിലയബിൾ ആയിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന പുതിയ ടൂൾസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എംഫസൈസ് ചെയ്ത് കൊണ്ടുവരാം, എഫക്റ്റീവ് മെത്തേഡ്സ് കൊണ്ടുവരാം. ആൻഡ് ഫൈനലി എന്താ പറഞ്ഞത്, സൈക്കോമെട്രിക് ഡെവലപ്മെന്റ്സ്, അതായത് സൈക്കോളജിക്കൽ ബേസിസിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവാലുവേഷൻ പ്രിൻസിപ്പിൾസ്, അസസ്മെന്റ് ഡിസൈൻസ് കൊണ്ടുവരാം. ഇതൊക്കെയാണ് എന്ത്, അസസ്മെന്റിന്റെ സ്കോപ്പ് ആയിട്ട് വരുന്നത്. സോ ആ പോയിന്റ്സ് ഞാൻ ഇവിടെ ഒരു സമ്മറി ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എക്സ്പ്ലനേഷൻ, ആദ്യത്തെ സ്ലൈഡിൽ എക്സ്പ്ലനേഷൻ വിത്ത് എക്സ്പ്ലനേഷൻ ആയിരുന്നു എഴുതിയത്. അത്
വെറും പോയിന്റ്സ് മാത്രമായിട്ട് നമ്മൾ ഇവിടെ ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്.